2023 കേരളത്തിലെ ആരോഗ്യമേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാര. 2023 കേരളത്തിലെ ആരോഗ്യമേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാര. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. ഇന്ത്യയിലെ ആദ്യ നഗരനയം രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ നഗരനയം രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. ഭൗമസൂചിക പദവി ലഭിച്ച റിൻഡിയ സിൽക്ക് ഏത് സംസ്ഥാനത്തു നിന്നുള്ള ഉൽപ്പന്നമാണ്? മേഘാലയ. ഭൗമസൂചിക പദവി ലഭിച്ച റിൻഡിയ സിൽക്ക് ഏത് സംസ്ഥാനത്തു നിന്നുള്ള ഉൽപ്പന്നമാണ്? മേഘാലയ. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? IUCN. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? IUCN. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. വിദ്യാർത്ഥികളിൽ നേതൃഗുണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് പ്രേരണ. വിദ്യാർത്ഥികളിൽ നേതൃഗുണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് പ്രേരണ. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖമാണ് കുലശേഖരപട്ടണം. തൂത്തുക്കുടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖമാണ് കുലശേഖരപട്ടണം, തൂത്തുക്കുടി. IT മേഖലയിൽ നൂതനമായ തൊഴിലുകൾ കണ്ടെത്താൻ സൗജന്യ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ലോഞ്ച് പാഡ്. IT മേഖലയിൽ നൂതനമായ തൊഴിലുകൾ കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്ന സൗജന്യ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ലോഞ്ച് പാഡ്. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുള്ള ജില്ല എറണാകുളം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുള്ള ജില്ലയാണ് എറണാകുളം. കൗമാരക്കാരായ പെൺകുട്ടികളുടെ നൈപുണ്യ വികസനത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച സംരംഭമാണ് നവ്യ. കൗമാരക്കാരായ പെൺകുട്ടികളുടെ നൈപുണ്യ വികസനത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച സംരംഭം നവ്യ. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഹേഗ്. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയം വഹിച്ചത് ഹേഗ്, നെതർലൻഡ്. 2025 സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 99. 2025 സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 99. ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ബോധപൂർണിമ. ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ബോധപൂർണിമ. മഴക്കാട് ദിനം ജൂൺ 22. മഴക്കാട് ദിനം ജൂൺ 22. ഇന്ത്യയിലുടനീളം ലിംഗ സെൻസിറ്റീവ് ആസൂത്രണത്തെ പിന്തുണയ്ക്കുന്നതിനായി ജെൻഡർ ബഡ്ജറ്റിംഗ് നോളജ് ഹബ്ബ് ആരംഭിച്ച മന്ത്രാലയമാണ് വനിതാ ശിശു വികസന മന്ത്രാലയം. ഇന്ത്യയിലുടനീളം ലിംഗ സെൻസിറ്റീവ് ആസൂത്രണത്തെ പിന്തുണയ്ക്കുന്നതിനായി ജെൻഡർ ബഡ്ജറ്റിംഗ് നോളജ് ഹബ്ബ് ആരംഭിച്ച മന്ത്രാലയമാണ് വനിതാ ശിശു വികസന മന്ത്രാലയം. 2025 ജൂണിലെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന യാത്രാ വെബ്സൈറ്റാണ് കേരള ടൂറിസം വെബ്സൈറ്റ്. 2025 ജൂണിലെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന യാത്രാ വെബ്സൈറ്റാണ് കേരള ടൂറിസം വെബ്സൈറ്റ്. രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും
സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സ്മൃതി മന്ദാന. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സ്മൃതി മന്ദാന. ഷാങ്ഹായ് സഹകരണ സംഘടന അധ്യക്ഷൻ ചൈന. ഷാങ്ഹായ് സഹകരണ സംഘടന അധ്യക്ഷൻ ചൈന. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് സഞ്ജയ് കുമാർ മിശ്രയാണ്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് സഞ്ജയ് കുമാർ മിശ്ര. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിരം ആസ്ഥാനം നിലവിൽ വരുന്നത് മുണ്ടയ്ക്കൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിരം ആസ്ഥാനം നിലവിൽ വരുന്നത് മുണ്ടയ്ക്കൽ. കേരളത്തിൽ കാഴ്ചപരിമിതർക്കായുള്ള ബ്രെയിലി സാക്ഷരതാ പദ്ധതിയാണ് ദീപ്തി. കേരളത്തിലെ കാഴ്ചപരിമിതർക്കായുള്ള ബ്രെയിലി സാക്ഷരതാ പദ്ധതിയാണ് ദീപ്തി. സൈബർ പ്രതിസന്ധികൾ നേരിടുന്നതിനും ദ്രുതഗതിയിൽ പ്രതികരിക്കുന്നതിനും ഏകോപനത്തിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ സൈബർ സുരക്ഷാ പദ്ധതിയാണ് കേരള സെൻട്രൽ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ. സൈബർ പ്രതിസന്ധികൾ നേരിടുന്നതിനും ദ്രുതഗതിയിൽ പ്രതികരിക്കുന്നതിനും ഏകോപനത്തിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ സൈബർ സുരക്ഷാ പദ്ധതിയാണ് കേരള സെൻട്രൽ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ. പ്രതിരോധ മന്ത്രാലയവും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ്. പ്രതിരോധ മന്ത്രാലയവും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ്. PM വാണി സ്കീം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്റർനെറ്റ് സേവനങ്ങൾ. PM വാണി സ്കീം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്റർനെറ്റ് സേവനങ്ങൾ. ONV പുരസ്കാരം 2025 ലഭിച്ചത് പ്രഭാവർമ്മയാണ്. ONV പുരസ്കാരമാണ്. ONV പുരസ്കാരം 2025 ലഭിച്ചത് പ്രഭാവർമ്മ. തകഴി സാഹിത്യ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? KP സുധീരയ്ക്കാണ്. തകഴി സാഹിത്യ പുരസ്കാരം 2025 ലഭിച്ചത് KP സുധീര. ജ്ഞാനപ്പാന പുരസ്കാരം 2025 ലഭിച്ചത് KP ശങ്കരൻ. ജ്ഞാനപ്പാന പുരസ്കാരം 2025 ലഭിച്ചത് KP ശങ്കരനാണ്. സംസ്ഥാന പോലീസ് മേധാവി നിലവിലെ റവാഡ ചന്ദ്രശേഖരൻ. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? റവാഡ ചന്ദ്രശേഖരൻ. വീരാങ്കന ദുർഗാവതി കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. വീരാങ്കന ദുർഗാവതി കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സറാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ കൈരളി. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ആലപ്പുഴ. കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലേർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് മെറ്റ. കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലേർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് മെറ്റ. റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് എംറൂബ്. റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എംറൂബ്. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് വീരാങ്കന ലക്ഷ്മിഭായ് റെയിൽവേ സ്റ്റേഷൻ. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് വീരാങ്കന ലക്ഷ്മിഭായ് റെയിൽവേ സ്റ്റേഷൻ. 2024 ഏപ്രിലിൽ UNOയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖമാണ് വിഴിഞ്ഞം. 2024 ഏപ്രിലിൽ UNOയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖമാണ് വിഴിഞ്ഞം. റെയിൽവേ സ്റ്റേഷനുകളിൽ അംഗപരിമിതർക്കും പ്രായമായവർക്കും വീൽചെയറുകളും ബാറ്ററി കാറുകളും പോർട്ടർമാരുടെ സേവനങ്ങളും സൗജന്യമായി ലഭ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് യാത്രി മിത്ര സേവ. റെയിൽവേ സ്റ്റേഷനുകളിൽ അംഗപരിമിതർക്കും പ്രായമായവർക്കും വീൽചെയറുകളും ബാറ്ററി കാറുകളും പോർട്ടർമാരുടെ സേവനവും സൗജന്യമായി ലഭ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി യാത്രി മിത്ര സേവ. ട്രാക്ക് ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി ട്രെയിൻ വരുമ്പോൾ അലാറം, വൈബ്രേഷൻ, ഫോൺ ലൈറ്റ് എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനമാണ് ദോസ്ത്. ട്രാക്ക് ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി ട്രെയിൻ വരുമ്പോൾ അലാറം, വൈബ്രേഷൻ, ഫോൺ ലൈറ്റ് എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനമാണ് ദോസ്ത്. കേരളത്തിലെ ആദ്യ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം.
കേരളത്തിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വരുന്ന സ്ഥലം തിരുവനന്തപുരം. കൃഷി ആവശ്യത്തിലുള്ള ജലസേചന പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര പദ്ധതി PM കുസും. കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര പദ്ധതിയാണ് PM കുസും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം രജിസ്റ്റർ നിക്ഷേപകരുടെ എണ്ണം 1 കോടി കടക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം രജിസ്റ്റർ നിക്ഷേപകരുടെ എണ്ണം 1 കോടി കടക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. രാജ്യത്തെ ആദ്യ തേൻ മ്യൂസിയം നിലവിൽ വന്നത് മാവേലിക്കര. രാജ്യത്തെ ആദ്യ തേൻ മ്യൂസിയം മാവേലിക്കര. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷകസമൃദ്ധമായ ലഘുഭക്ഷണങ്ങളും മറ്റു പഠനോപകരണങ്ങളും ലഭിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് മാ കെയർ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷകസമൃദ്ധമായ ലഘുഭക്ഷണങ്ങളും മറ്റു പഠനോപകരണങ്ങളും ലഭിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് മാ കെയർ. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മൊബൈൽ ഫോൺ വഴി വോട്ട് ചെയ്യുന്ന വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മൊബൈൽ ഫോൺ വഴി വോട്ട് ചെയ്യുന്ന വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. 2025 ജനുവരി 6 ബ്രിക്സ് ഗ്രൂപ്പിലെ 10ാം അംഗമായി മാറിയ രാജ്യമാണ് ഇന്തോനേഷ്യ. 2025 ജനുവരി 6 ബ്രിക്സ് ഗ്രൂപ്പിലെ 10ാം അംഗമായി മാറിയ രാജ്യം ഇന്തോനേഷ്യ.